ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് 5 ചോദ്യങ്ങളാണ്. ക്ലർക്ക് ടൈപ്പിസ്റ്റ് എക്സാം സ്പെഷ്യൽ സീരീസിന്റെ ഭാഗമാണ്. വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഭാഗത്ത് നിന്നുള്ള 5 ചോദ്യങ്ങളാണ്. 5 ചോദ്യങ്ങൾ വീതമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. സോ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: വിച്ച് ലാംഗ്വേജ് ഡസ് MS വേർഡ് യൂസ്ഡ് ടു ക്രിയേറ്റ് മാക്രോസ്? മാക്രോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് MS വേർഡ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണ്? ആൻസർ വരിക? വിഷ്വൽ ബേസിക് ആണ് ആ ലാംഗ്വേജ്. ഏതാണ്? വിഷ്വൽ ബേസിക് ആണ് ആ ലാംഗ്വേജ് ഉള്ളത്. ഇനി ഇവിടെ നിന്ന് തന്നെ നോക്കുക, MS വേർഡ് എന്നുള്ളിടത്ത് MS എക്സൽ എന്ന് ചോദിച്ചാലും അതുപോലെ MS പവർ പോയിന്റ് എന്ന് ചോദിച്ചാലും ഏത് ലാംഗ്വേജ് തന്നെയാണ്? വിഷ്വൽ ബേസിക് തന്നെയാണ്. ഓക്കെ, അപ്പൊ ആ കാര്യം ക്ലിയർ ആണ്. ഇനി എന്താണ് മാക്രോസ്? ഇറ്റ് ഈസ് എൻ ഇമിറ്റേഷൻ ഓഫ് കീ സ്ട്രോക്ക് അല്ലെങ്കിൽ മൗസ് ഓപ്പറേഷൻ. നമ്മളുടെ ഡോക്യുമെന്റിനകത്ത് ഉപയോഗിക്കുന്ന കമാൻഡുകളെ ഫ്യൂച്ചർ പർപ്പസിലേക്ക് സേവ് ചെയ്തിടാം. അതായത് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മൗസ് ഓപ്പറേഷൻസ് ആയിരിക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് ഫർദർ നമുക്കത് ആവശ്യമുണ്ട്, അതേ ആ ഒരു കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിനകത്ത് നമ്മളുടെ ഡോക്യുമെന്റിനകത്ത് ഉപയോഗിക്കപ്പെടുന്ന കമാൻഡുകളെ ഗ്രൂപ്പ് ചെയ്ത് സ്റ്റോർ ചെയ്യാം. സോ ആ ഒരു ഫംഗ്ഷൻ എനേബിൾ ആക്കുന്ന ഫീച്ചറാണ് മാക്രോസ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ. വ്യൂ ടാബിനകത്ത് മാക്രോസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ് ഈ ഒരു മാക്രോസ് ഉള്ളത്. ഓർക്കുക, ഇവിടെ ഏത് ലാംഗ്വേജ് ആണ് മാക്രോസ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വേർഡ് ആയാലും എക്സൽ ആയാലും പവർ പോയിന്റ് ആയാലും ഏതാണ് ആൻസർ ഉള്ളത്? വിഷ്വൽ ബേസിക് ആണ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം: ഡ്രോ എ ലൈൻ ത്രൂ ദി മിഡിൽ ഓഫ് ദി സെലക്ടഡ് ടെക്സ്റ്റ് ഈസ് നോൺ ആസ്. നമ്മളുടെ സെലക്ടഡ് ടെക്സ്റ്റിന്റെ മിഡിലിൽ ഒരു ലൈൻ കൊണ്ടുപോകണം. ഓക്കെ, സോ അങ്ങനെ ഒരു ലൈൻ വരയ്ക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്നത് സ്ട്രൈക്ക് ത്രൂ ആണ്. നോക്കുക, ഈ കാണുന്നതാണ് സ്ട്രൈക്ക് ത്രൂ. ഓക്കെ, സ്ട്രൈക്ക് ത്രൂ എന്താണ്? ഒരു ഫോണ്ട് എഫക്റ്റ് ആണെന്ന് ഓർക്കുക. ഇനി ഇവിടെ കാണിച്ചിട്ടുള്ളത് ഫോണ്ട് ഗ്രൂപ്പ് ആണ്. ആൻഡ് ആ ഫോണ്ട് ഗ്രൂപ്പിനകത്തെ ചേഞ്ച് കേസ് ആണ് ഈ ഒരു കാര്യം. ഓക്കെ, സോ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചേഞ്ച് കേസിനകത്ത് ഏതൊക്കെ കണ്ടന്റ് ആണ് ഉള്ളതെന്ന് നോക്കുക. സെന്റൻസ് കേസ്, ലോവർ കേസ്, അപ്പർ കേസ്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്, ടോഗിൾ കേസ്. ഓക്കെ, ഇനി പഴയ വേർഷൻസിനകത്ത്, പ്രീവിയസ് വേർഷൻസിനകത്ത് ടൈറ്റിൽ കേസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഉള്ളത്. എന്താണ്? ടൈറ്റിൽ കേസ്. ഓക്കെ, അപ്പൊ പ്രീവിയസ് വേർഷൻസിനകത്ത് ഉണ്ടായിരുന്ന ടൈറ്റിൽ കേസ് 2007 വന്ന സമയത്ത് എന്തായി മാറിയിട്ടുണ്ട്? ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് എന്നായി മാറിയിട്ടുണ്ട്. ക്ലിയർ ആണ്? ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന സബ്സ്ക്രിപ്റ്റ് എന്താണ്? അതെന്താണ്? അതൊരു ഫോണ്ട് എഫക്റ്റ് ആണ്. ആൻഡ് എ ടെക്സ്റ്റ് ദാറ്റ് ഇസ് ബിലോ ദി നോർമൽ ടെക്സ്റ്റ് ലൈൻ, താഴെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ, X2 എന്നൊക്കെ എഴുതുന്ന പോലെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രിപ്റ്റ് ആണ്. ആൻഡ് മുകളിലാണ് X², X³ എന്നുള്ള രീതിയിലാണെങ്കിൽ എന്താണ്? അത് സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്. സോ ഇവിടുത്തെ കണ്ടന്റ് ക്ലിയർ ആണ്. അടുത്ത ചോദ്യം: ടാബ്ലോയിഡ്, ലീഗൽ, ലെറ്റർ പോലെയുള്ള കാര്യങ്ങൾ ഏത് ഓപ്ഷനകത്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ്? ഓറിയന്റേഷൻ അകത്താണോ? മാർജിൻ അകത്താണോ? പേപ്പർ സൈസിനകത്താണോ? എവിടെയാണ്? പേപ്പർ സൈസിനകത്താണ്. പേജ് ലേഔട്ട് ടാബിനകത്താണ് ഈ ഒരു പേപ്പർ സൈസ് ഉള്ളത്. ആൻഡ് അതിനകത്താണ് ഈ പറയുന്ന ടാബ്ലോയിഡ്, ലീഗൽ, ലെറ്റർ ഒക്കെ ഉള്ളത്. ആൻഡ് ബാക്കി വരുന്ന കണ്ടന്റുകൾ ഇവിടെ കാണാം. ഓക്കെ, ഇനി ഡീഫോൾട്ട് ഏതാണ്? അത് വന്നിട്ട് ലെറ്റർ ആണ്. ഡീഫോൾട്ട് പേപ്പർ സൈസ് ചോദിച്ചാൽ ഏതാണ്? ലെറ്റർ ആണ് ഉത്തരം. ആൻഡ് ആ വാല്യൂ കൂടെ നോക്കുക, 21.59 സെന്റിമീറ്റർ ഇൻറ്റു 27.94 സെന്റിമീറ്റർ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഈ ഓപ്ഷൻസ് ഒക്കെ എവിടെയാണ്? പേപ്പർ സൈസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനകത്താണ്. ഓക്കെ, അടുത്ത ചോദ്യം: ഇൻ MS വേർഡ് ദ ഡീഫോൾട്ട് നമ്പർ ഓഫ് ലൈൻ ഇൻ ഡ്രോപ്പ് ക്യാപ്പ്. ഡ്രോപ്പ് ക്യാപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന മിനിമം നമ്പർ ഓഫ് അല്ലെങ്കിൽ ഡീഫോൾട്ട് നമ്പർ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? 3 ആണ്. ഇനി നോക്കുക, ഡ്രോപ്പ് ക്യാപ്പ് എന്നുള്ള ഓപ്ഷൻ ഇൻസേർട്ട് ടാബിനകത്താണ്. ഇനി ഡ്രോപ്പ് ക്യാപ്പിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഡയലോഗ് ബോക്സ് ആണ് കാണുക. ആൻഡ് ഓർക്കുക, 2 തരത്തിലാണ് നമുക്ക് ഡ്രോപ്പ് ക്യാപ്പ് ചെയ്യാനായിട്ട് പറ്റുക: ഡ്രോപ്പിടും അതുപോലെ ഇൻമാർജിനും. ഓക്കെ, ഡ്രോപ്പിടും ഇൻമാർജിനും ഇവിടെ ഫിഗറിൽ നിന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. സെർട്ടൈൻ ലൈൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആൻഡ് ഇവിടെ ആണെങ്കിൽ ഈ ഒരു ലെറ്ററിനെ മാർജിൻ ആക്കി നിർത്തിയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തില് ഡ്രോപ്പ് ക്യാപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഡീഫോൾട്ട് ആയിട്ട് എത്ര ലൈൻ ആണ് എടുക്കുക? ആൻസറിലേക്ക് എത്താം. എത്രയാണ്? 3 ലൈൻ ആണ് എടുക്കുന്നത്. മാക്സിമം എത്ര വരെ പോവാം? 10 ലൈൻ വരെ എടുക്കാം. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം: വേർ വി ക്യാൻ സീ ബ്രൗസ് ഒബ്ജക്റ്റ് ബട്ടൺ ഇൻ MS വേർഡ് 2007. 2007 വേർഡ് 2007 ബ്രൗസ് ഒബ്ജക്റ്റ് ബട്ടൺ എവിടെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ്? അത് വെർട്ടിക്കൽ സ്ക്രോൾ ബാറിന് താഴെയാണ്.
ഓക്കെ, വെർട്ടിക്കൽ സ്ക്രോൾ ബാറിന് താഴെയാണ് ആ ബട്ടൺ ഉള്ളത്. ഓക്കെ, ഇനി ഏതൊക്കെ രീതിയിൽ ആ ഒരു ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ബ്രൗസ് ചെയ്യാമെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബ്രൗസസ് ബൈ പേജ്, സെക്ഷൻ, കമന്റ്, ഫുട് നോട്ട്, എൻഡ് നോട്ട്, ഫീൽഡ്, ടേബിൾ, ഗ്രാഫിക്സ്, ഹെഡിങ്, എഡിറ്റ്, ഫൈൻഡ്, ഗോ ടു. ഇത്തരത്തിൽ 12 രീതിയിൽ ബ്രൗസ് ബട്ടൺ യൂസ് ചെയ്യാം. സോ ഇനി നമുക്ക് ഈ ഒരു ബ്രൗസ് ബട്ടൺ എവിടെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ഈ കാണുന്നത് നമ്മളുടെ വേർഡ് വിൻഡോ ആണ്. ഓക്കെ, വേർഡ് വിൻഡോ ആണ്. ആൻഡ് വേർഡ് വിൻഡോയുടെ സ്ക്രോൾ ബാറിന് താഴെയായിട്ടാണ് ഈ ഒരു ബ്രൗസ് ബട്ടൺ ഉള്ളതെന്ന് നമ്മൾ കണ്ടു. സോ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ കാണാം, ഇതാണ് ബ്രൗസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ബട്ടൺ. ഓക്കെ, ബ്രൗസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഏതാണ്? ഓൾട്ട് കൺട്രോൾ ഹോം എന്നാണ് അതിന്റെ ഷോർട്ട് കട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ഏതൊക്കെ രീതിയിലാണ് ചെയ്യുക? നമ്മൾ നേരത്തെ കണ്ട 12 കാര്യങ്ങളാണ്. ഓക്കെ, ഗോ ടു, ഫൈൻഡ്, എഡിറ്റ്, ഹെഡിങ്, ഗ്രാഫിക്, ടേബിൾ, ഫീൽഡ്, എൻഡ് നോട്ട്, ഫുട് നോട്ട്, കമന്റ്, സെക്ഷൻ, പേജ്. ഇത്തരത്തിൽ 12 തരത്തിൽ ബ്രൗസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ഒരു ടൈപ്പ് ചോദ്യം കാണുന്നതാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഓപ്ഷൻ ഇൻ ബ്രൗസ് ബട്ടൺ അല്ലെങ്കിൽ ബ്രൗസ് ഒബ്ജക്റ്റ് ബട്ടൺ എന്നൊക്കെ കാണാം. അതിനകത്ത് ബ്രൗസ് ബൈ ഇന്റർനെറ്റ്, ബ്രൗസ് ബൈ പേജ്, സെക്ഷൻ, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ടാവാം. അതിനകത്ത് നിന്ന് ഏതാണ് ആൻസർ? ബ്രൗസ് ബൈ ഇന്റർനെറ്റ് ആണ്. കാരണം ഓർക്കുക, ബ്രൗസ് ബട്ടൺ അകത്ത് ഏതൊക്കെ രീതിയിൽ ബ്രൗസ് ചെയ്യാം എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 12 രീതിയിൽ നമ്മളുടെ ഡോക്യുമെന്റിലൂടെ നാവിഗേറ്റ് ചെയ്യാം. ഏതൊക്കെ വെച്ചിട്ടാണ്? പേജ്, സെക്ഷൻ, കമന്റ്, ഫുട് നോട്ട്, എൻഡ് നോട്ട്, ഫീൽഡ്, ടേബിൾ, ഗ്രാഫിക്സ്, ഹെഡിങ്, എഡിറ്റ്, ഫൈൻഡ്, ഗോ ടു. ക്ലിയർ ആണ്. അപ്പൊ ഈ ഒരു ബ്രൗസ് ബട്ടൺ എവിടെയാണ് എന്ന് ഓർത്തിരിക്കുക. എവിടെയാണ്? വെർട്ടിക്കൽ സ്ക്രോൾ ബാറിന് താഴെയാണ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, വേർ ഈസ് നെയിം ബോക്സ് ലൊക്കേറ്റഡ് ഇൻ MS Excel? MS Excelനകത്ത് നെയിം ബോക്സ് എവിടെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ്? ഫോർമുല ബാറിന്റെ റൈറ്റ് എൻഡിലായിട്ടാണ്. നെയിം ബോക്സിലാണ് നമ്മളുടെ സെല്ലിന്റെ അഡ്രസ്സ് അല്ലെങ്കിൽ സെല്ലിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പേര് കാണുന്നത്. ഓക്കെ, ഫോർമുല ബാറിന്റെ റൈറ്റ് എൻഡിലായിട്ടാണ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, ഫോർ മൂവിങ് കഴ്സർ ടു വൺ സെൽ ഡൗൺ, ഒരു സെല്ല് ഡൗൺ ആക്കുന്നതിന് വേണ്ടി, ഒരു സെല്ല് താഴേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് കീ ആണ് പ്രസ് ചെയ്യേണ്ടത്? എൻറ്റർ കീ ആണ് പ്രസ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് സെല്ലിലേക്ക് പോകാനായിട്ട്, തൊട്ടടുത്ത സെല്ലിലേക്ക് പോകാനായിട്ട് ഏതാണ്? ടാബ് കീ ആണ് പ്രസ് ചെയ്യേണ്ടത്. ഇനി ഏത് ഭാഗത്തായാലും ഏത് സെല്ലിൽ പോയിരുന്നാലും നമ്മളുടെ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന സെല്ല് എവിടെ ആയിരുന്നാലും A1, അതായത് ആദ്യത്തെ സെല്ലിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ ഹോം എന്ന് പറയുന്നത്. ഓക്കെ, കൺട്രോൾ ഹോം എന്ന് പറയുന്നത് ആക്റ്റീവ് സെല്ല് ആ ഒരു ഷീറ്റിനകത്ത് എവിടെ ആയിരുന്നാലും A1 എന്ന് പറയുന്ന ആദ്യത്തെ സെല്ലിലേക്ക് എത്തുന്നതിനുള്ള ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ ഹോം എന്ന് പറയുന്നത്. ഇനി എന്താണ്? കൺട്രോൾ ഡൗൺ ആരോ, ഏറ്റവും ലാസ്റ്റ് റോയിലേക്ക് എത്തുന്ന, അവസാനത്തെ റോയിലേക്ക് എത്തുന്നതിനുള്ള ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ ഡൗൺ ആരോ. ക്ലിയർ ആണ്. അടുത്തത്, വിച്ച് ഫംഗ്ഷൻ ഇൻ MS Excel ടെൽസ് ഹൗ മെനി ന്യൂമറിക് എൻട്രീസ് ആർ ദെയർ? എത്ര ന്യൂമറിക് ഡാറ്റ അവൈലബിൾ ആണ് ഒരു സെൽ റേഞ്ചിനകത്ത് എന്ന് കൗണ്ട് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷന്റെ പേര് കൗണ്ട് എന്താണ്? നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഗ്രൂപ്പ് ഓഫ് സെൽസിനകത്ത് എത്ര ന്യൂമറിക് എൻട്രീസ്, ന്യൂമറിക് വാല്യൂസ് നമ്മൾ എൻറ്റർ ചെയ്തിട്ടുണ്ട് എന്ന് എണ്ണി പറയുന്നത് ഈ ഒരു ഫംഗ്ഷൻ ആണ്. സം ഫംഗ്ഷൻ എന്താണ്? തുക കാണുന്നതിനാണ്. ഓക്കെ, ഇനി മിനിമം തന്നിരിക്കുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന ആ ഒരു റേഞ്ചിനകത്തെ ഏറ്റവും ചെറിയ വാല്യൂ ഏത് എന്ന് കാണുന്നതിനാണ് മിൻ എന്ന് പറയുന്ന മിനിമം ആണ്. ഇനി ഇഫ് എന്താണ്? എന്തെങ്കിലും ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് ട്രൂ ഓർ ഫോൾസ് ആൻസർ റിസൾട്ട് തരുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഇഫ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, ദ ഡാഷ് ഫീച്ചർ ഓഫ് MS Excel ക്വിക്ലി കംപ്ലീറ്റ് എ സീരീസ് ഓഫ് ഡാറ്റ. ഏതാണ്? ഓട്ടോഫിൽ ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഫംഗ്ഷൻ ഡിസ്പ്ലേസ് റോ ഡാറ്റ ഇൻ എ കോളം ഓർ കോളം ഡാറ്റ ഇൻ എ റോ? ഏതാണ്? ട്രാൻസ്പോസ് ആണ്. ഓക്കെ, ട്രാൻസ്പോസ് ആണ് കോളം ഡാറ്റ ഇൻ എ റോ ആൻഡ് റോ ഡാറ്റ ഇൻ എ കോളം. കോളത്തിലുള്ള ഡാറ്റനെ റോയിലാക്കി കാണിക്കും ആൻഡ് റോയിലുള്ള ഡാറ്റ കോളം വൈസ് എഴുതി കാണിക്കും. ആ ഒരു ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്പോസ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണ്. അടുത്തത്, ഡാഷ് ഫീച്ചർ ഹെൽപ്പ് ടു ആനിമേറ്റ് ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റ് ഓൺ ദി സ്ലൈഡ്. ഒരു സ്ലൈഡിനകത്തെ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റിനെ ആനിമേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, സഹായിക്കുന്ന ഫീച്ചർ ഏതാണ്? കസ്റ്റം ആനിമേഷൻ ആണ്. ഒരു സ്ലൈഡിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ആദ്യം ചോദ്യം വന്നു ആൻഡ് അത് കഴിഞ്ഞ് ഒരു കീ സ്ട്രോക്ക് വരുന്ന സമയത്താണ് കറക്റ്റ് ആൻസർ ഇവിടെ കാണിക്കുന്നത്.
സോ അത്തരത്തില് ഇതൊറ്റ സ്ലൈഡാണ് ആൻഡ് ആ സ്ലൈഡിനകത്തെ ഓരോ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റിനും സെപ്പറേറ്റ് ആനിമേഷൻ കൊടുക്കാൻ സഹായിക്കുന്നത് ഏതാണ്? കസ്റ്റം ആനിമേഷൻ ആണ്. ഇനി ഒരു സ്ലൈഡിന് മൊത്തത്തില് ഒരു ആനിമേഷൻ കൊടുക്കുന്നതിന് സഹായിക്കുന്നതാണ് സ്ലൈഡ് ട്രാൻസിഷൻ. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, പ്രിവ്യൂ ആനിമേഷൻ ഇസ് ലൊക്കേറ്റഡ് ഇൻ. പ്രിവ്യൂ ആനിമേഷൻ എന്ന് പറയുന്ന ചെറിയൊരു കണ്ടന്റ് ഉണ്ട്, ചെറിയൊരു ഫീച്ചർ ആണ്. എവിടെയാണ് അത്? അനിമേഷൻസ് ആണ്. ഒരുമിച്ച് പഠിക്കാൻ എളുപ്പമാണ്. ഓക്കെ, പ്രിവ്യൂ അനിമേഷൻ എന്നുള്ള ഓപ്ഷൻ എവിടെയാണ്? അനിമേഷൻസ് എന്ന് പറയുന്ന ആ ഒരു ടാബിനകത്താണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഡീഫോൾട്ട് ഓറിയന്റേഷൻ ഓഫ് MS PowerPoint 2007 ഏതാണ്? ലാൻഡ്സ്കേപ്പ് ആണ്. വേർഡിന് ഏതാണ്? പോർട്രേറ്റ് ആണ്. എക്സലും ഏതാണ്? പോർട്രേറ്റ് ആണ്. വിഡ്ത്ത് വൈസ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നതാണ് ലാൻഡ്സ്കേപ്പ്. ഓക്കെ, വിഡ്ത്ത് വൈസ് അറേഞ്ച്മെന്റ് ആണ് ലാൻഡ്സ്കേപ്പ്. ലെങ്ത് വൈസ് ആണ് പോർട്രേറ്റ്. അപ്പം വേർഡിലും എക്സലിലും പോർട്രേറ്റ് ആണ് ഡീഫോൾട്ട് ഓറിയന്റേഷൻ. പവർ പോയിന്റിൽ വരുന്ന സമയത്ത് എന്താണ്? ലാൻഡ്സ്കേപ്പ് ആണ്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, ഇൻ MS PowerPoint 2007 പേജ് സെറ്റപ്പ് ഈസ് ലൊക്കേറ്റഡ് ഇൻ. പേജ് സെറ്റപ്പ് എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമാണ്. ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് MS PowerPointലാണ്. MS PowerPointനകത്തെ പേജ് സെറ്റപ്പ് എവിടെയാണ്? ഡിസൈൻ ടാബിനകത്താണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഡിസൈൻ ടാബിനകത്താണ് പേജ് സെറ്റപ്പ് ഉള്ളത്. അപ്പോൾ ഓർക്കുക, MS വേർഡിനകത്ത് പേജ് സെറ്റപ്പ് എവിടെയാണ്? പേജ് ലേഔട്ട് എന്ന് പറയുന്ന ടാബിനകത്താണ്. അപ്പൊ കൺഫ്യൂസ് ആവരുത്. പവർ പോയിന്റിനകത്ത് ഡിസൈൻ എന്ന് പറയുന്ന ടാബിനകത്താണ്. വേർഡിനകത്താണെങ്കിൽ എവിടെയാണ്? പേജ് ലേഔട്ട് എന്ന് പറയുന്ന ടാബിനകത്താണ്. വ്യത്യാസമുണ്ട്, ഓർത്തിരുന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ദ വ്യൂ ദാറ്റ് ഡിസ്പ്ലേസ് ദ സ്ലൈഡ് ഓഫ് എ പ്രസന്റേഷൻ ആസ് മിനിയേച്ചർ റെപ്രസെന്റേഷൻ ഓഫ് സ്ലൈഡ്. ഒരു സ്ലൈഡിന്റെ മിനിയേച്ചർ റെപ്രസെന്റേഷൻ, കുഞ്ഞു റെപ്രസെന്റേഷൻസ് ആയിട്ട് കാണിക്കുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് വ്യൂ ഓപ്ഷൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? നോർമൽ ആണോ? സ്ലൈഡ് സോർട്ടർ ആണോ? മാസ്റ്റർ ആണോ? നോട്ട്സ് ആണോ? ഏതാണ്? സ്ലൈഡ് സോർട്ടർ ആണ്. ഈ ഒരു കാര്യം, ഈ ഒരു സ്ക്രീൻഷോട്ട് കഴിഞ്ഞ വീഡിയോക്കകത്തും കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? അവിടെ പഠിച്ചത് ഏത് വ്യൂവിനകത്താണ് ഈസിലി റീഅറേഞ്ച്, സ്ലൈഡുകളുടെ ഈസിലി റീഅറേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിന് ഹെൽപ്പ് ആവുന്ന വ്യൂ ഓപ്ഷൻ ഏതെന്നാണ് കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ ഈ ഒരു സ്ക്രീൻഷോട്ട് വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം. ആൻഡ് ഇവിടെ എന്താണ്? ഒറിജിനൽ സ്ലൈഡിന്റെ മിനിയേച്ചർ റെപ്രസെന്റേഷൻസ് ആയിട്ട് കാണിക്കുന്നത് ഏതാണ്? സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, ഫൈൻ, താങ്ക് യു.